ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ടാണ് ഒരു ജാതി ഒരു ജാതകം. അതായത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ അഴിഞ്ഞാടിയ ഒരു മൂവിയാണ് ഒരു ജാതി ഒരു ജാതകം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതൊരു ഫൺ എലമെൻസ് ഒക്കെ ഉള്ള ഒരു മൂവി തന്നെയാണ്. നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള ഒരു മൂവി തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ക്രൈം ത്രില്ലേഴ്സ് ഇറങ്ങുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചിരിക്കാനുള്ളൊരു മൂവി എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷം. കാരണം നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മൂവി എത്തുന്നത് അല്ലേ. ചിരിച്ച് ചിരിച്ച് ഒരു വഴിയായി എന്ന് തന്നെ വേണേൽ പറയാം. നമ്മുടെ വിനീത് ശ്രീനിവാസൻ തന്നെയാണ് അതിന് കാരണം. ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിനീതിനെ അല്ല ഈ ഒരു മൂവിയിൽ കാണാൻ. അത്ര കഴിഞ്ഞാടിയിട്ടുണ്ട്, അത്രയ്ക്ക് ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു 38 വയസ്സുകാരൻ്റെ ജീവിതം പറയാണ്. കല്യാണം, വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം നടന്നു കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഭാഗ്യം വേണം. അത് നടക്കാതെ പോകുന്നതും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവി പറയുന്നത്. അതുപോലെ തന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. LGBTQ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു LGBTQ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും അതൊരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒരു ഫണ്ണായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആവും. അതൊഴിച്ച് ബാക്കിയെല്ലാം സൂപ്പർ തന്നെയാണ്. എന്തായാലും നമുക്ക് കണ്ടിരിക്കാം. ബോറിംഗ് ഒന്നുമില്ല, ലാഗൊന്നും ഇല്ലാത്ത നമ്മളെ ഫൺ ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മൂവി പോയിട്ടുള്ളത്. അതുപോലെ തന്നെ പാട്ടുകളും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോഹനനാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. കഥ പറയുമ്പോൾ, മാണിക്യക്കല്ല്, അരവിന്ദൻ്റെ അതിഥികൾ എന്ന മൂവികളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് മോഹനൻ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മൂവിയും ആ ഒരു അത്രത്തോളം എത്തുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്. എങ്കിൽ പോലും നമ്മളെ ഒരിക്കലും അത്ര നിരാശയിലേക്ക് വിടാതെ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ് ഈ ഒരു മൂവി. അതിലെ എല്ലാ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. 1-2 ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഒരുപാട് പേരുണ്ട് ഈ ഒരു മൂവിയിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ. എല്ലാവരെയും നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മൾ ഫോണിലൂടെ അല്ലെങ്കിൽ റീൽസിലൂടെ അതുപോലെ കോമഡി ഷോയിലൂടെയൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് പേരൊക്കെ തന്നെയാണ് ഈ ഒരു മൂവിയിലുള്ളത്. അപ്പോൾ ഓവറോൾ നല്ല വാച്ചബിൾ മൂവി തന്നെയാണ്. അടിപൊളി മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, കണ്ടിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.